ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മൂവാറ്റുപുഴയിൽ നിങ്ങൾക്ക് നല്ല പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ രീതിയോടുകൂടി നിർമ്മിച്ച ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ത്രിലോക ലേക്ക് സൈഡ് റിസോർട്ട് മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിൽ കടാതിക്കടുത്തായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. ഏകദേശം 8 to 10 മെമ്പേഴ്സിന് ഈസി ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ ഈ കാണുന്ന നമ്മുടെ മൂവാറ്റുപുഴ ആറാണ് കേട്ടോ. നമ്മുടെ വീട് തുറന്ന് നമ്മൾ വാതിൽ തുറന്ന് വരുമ്പോൾ നേരെ കാണുന്ന കാഴ്ച നമ്മുടെ ഈ ആറിലേക്കാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂള് നമുക്കുണ്ട്. നമ്മുടെ ഇൻഫിനിറ്റി പൂളിൽ നിന്നുള്ള വ്യൂവും നമുക്ക് ഡയറക്റ്റ് വരുന്നത് ഈ ആറിലേക്കാണ്. സിറ്റിയിൽ നിന്നുള്ള എല്ലാ തിരക്കുകളിൽ നിന്നും മാറി തികച്ചും പ്രൈവസിയോടുകൂടി നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. നമ്മുടെ ഈ വീടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ നേരെ തന്നെ ഒരു സൈഡിലായിട്ട് വരുന്ന വേറൊരു സ്പേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നൈറ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണിത്. ട്രഡീഷണലായിട്ട് നിർമ്മിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിൻ്റെ എവിടെ നോക്കിയാലും അതിൻ്റെ ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ഉമ്മറത്ത് തന്നെയായിട്ട് നമുക്കിവിടെ മുറ്റത്ത് ഒരു തുളസി തറയുണ്ട്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഈ കാണുന്ന ആട്ടുകട്ടിലും പിന്നെ ആ കാണുന്ന ചാരകസേരയുമാണ്. പിന്നെ ഇവിടുത്തെ വിൻഡോസൊക്കെ ആണെന്നുണ്ടെങ്കിലും പഴയ നമ്മുടെ തറവാട്ടിലൊക്കെ ഒരു ജനലുകളുണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് കേട്ടോ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റേ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ബർത്ത്ഡേ പാർട്ടി, ഹൽദി, ബാച്ചിലർ പാർട്ടി ഇങ്ങനത്തെ ചെറിയ പ്രോഗ്രാംസ് എല്ലാം നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ട്രഡീഷണൽ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് കേട്ടോ ഇവർ ഈ വീടിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ച് പേരിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പണ്ടത്തെ കാലത്ത് അരിയൊക്കെ നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അരിയൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു പെട്ടിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ പണ്ടത്തെ ടൈപ്പ് റേഡിയോ, കൂടാതെ ഈ കാണുന്നതുണ്ടല്ലോ, ഇതും ഒരു പണ്ട് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന ബാഗ്, അത് പറയുന്ന പണ്ടത്തെ ആൾക്കാരൊക്കെ തുണിയൊക്കെ മടക്കി വെച്ച് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണിത്. പിന്നെ നമുക്കിത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത് ഈ കാണുന്ന ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഫുഡൊക്കെ നമുക്ക് ഡിന്നർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നുണ്ടാക്കി കഴിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്രൊവൈഡ് ചെയ്യും, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഡിന്നറൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ വോളിലാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു വാം ലൈറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ആ പെയിൻറ്റിങ്സിൻ്റെ ഭംഗി കുറച്ചുകൂടി നല്ല ഇതിലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൊടുത്തിരിക്കുന്ന എല്ലാ ലൈറ്റിങ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഈ വീട്ടിൽ നമുക്ക് മെയിനായിട്ട് 2 ബെഡ്റൂംസാണ് കേട്ടോ വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് അല്ലാണ്ടൊരു റൂമും വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ റൂമിലേക്ക് പോവാം. ഇവിടെ ഇതുപോലെ 2 ബെഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നമുക്കിങ്ങനെ പുറത്തേക്കിടയ്ക്ക് ഇവിടെ നമുക്ക് നടക്കാവുന്നതാണ്. അത് കൂടാണ്ട് വേറൊരു മെയിൻ അട്രാക്ഷൻ വരുന്നത് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ജനൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് വ്യൂ വരുന്നത് ആറിലേക്കാണ്. പിന്നെ ഈ റൂമിൽ നമുക്ക് കൂടാണ്ട് ഇവിടെ ഒരു മിററോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അയണിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നമുക്ക് 2 ബെഡ്റൂംസിലും അവർ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമും എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെറ്റായിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷനും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് ഞാൻ നോക്കിയതിൽ എനിക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയൊരു പെയിൻറ്റിങ് ഈ കാണുന്നതാണ് കേട്ടോ. ആ ഒരു ലൈറ്റിങ്സിൻ്റെ അല്ല, പെയിൻറ്റിങ്സിൻ്റെ കളർ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് കുറച്ചുകൂടി ഒരു കണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്.
സ്പേസ് വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ബെഡ്റൂമിന് നമുക്ക് സ്പേസ് എല്ലാം സെയിം ആണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത് ഈ കാണുന്നൊരു ഇതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യാം. നമുക്കിതേ ഈ ബെഡിൽ നിന്ന് നേരെ എണീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പൂളിലേക്ക് അങ്ങനെ ഇറങ്ങാം. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് അവിടെ കണ്ടുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ എല്ലാം നല്ല രീതിക്ക് സ്റ്റോറേജ് നമുക്ക് ടവൽസും കാര്യങ്ങളെല്ലാം അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ അടുത്ത ബാത്റൂമും വരുന്നുണ്ട്. ബാത്റൂം നമ്മൾ മുന്നേ കണ്ട ബാത്റൂം പോലെ തന്നെ സെയിം ആണ് കേട്ടോ. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും. കിച്ചണിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു ഡൈനിങ് സ്പേസും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല നീളത്തിലുള്ള ബെഞ്ചാണ് കേട്ടോ ഇരിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് ബെഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജും ഉണ്ട്. അതുപോലെ നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും നൈറ്റ് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസിന് ഫ്രിഡ്ജുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഒരു ഓവനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ നോർമൽ സ്വിച്ചസ് അതുണ്ട്. അവിടെ കൂടാണ്ട് ഇതുപോലത്തെ സ്വിച്ചസും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇതുപോലത്തെ സ്വിച്ചസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇവിടെ നമുക്ക് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരിതും വരുന്നുണ്ട്. അതും ഭയങ്കര ട്രഡീഷണൽ രീതിക്ക് തന്നെയാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. ഒരു ഉരുളിയാണ് അവരതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ചായ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, തേയില, പഞ്ചസാര, കാപ്പിപ്പൊടി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, കപ്പ്, അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഡോർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ശരിക്കും കയറി വരുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു 3 കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിവിടെ വരുന്നത് ഒരു ഡ്രൈവറൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സെപ്പറേറ്റ് തന്നെ ആയിട്ടുള്ളൊരു റൂമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് വിത്ത് ബാത്റൂമായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. പൂളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്തും കൂടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കട്ടയല്ല കല്ലൊക്കെ വിരിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാത്ത് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ഇതൊക്കെ നമ്മൾ ഈ പണ്ടത്തെ കുളമൊക്കെ ഉണ്ടല്ലോ, കുളത്തിലൊക്കെ കുളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും മുങ്ങനത്തെ ഒരു സംഭവമൊക്കെ പണ്ടത്തെ സ്ഥലങ്ങളിലുണ്ട്. ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിയും പൂളിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് പൂളിലേക്ക് നമുക്ക് വരാവുന്നതാണ്. ഞാനിപ്പോൾ നടക്കുന്ന ഈ ഒരു പാത്തും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ് കേട്ടോ. ആ ഒരു പച്ചപ്പ് ഇവർ എല്ലായിടത്തും നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നടന്നു വന്ന വഴിയെല്ലാം ഇതുപോലെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ആകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നൈറ്റിലെ വിഷ്വൽസൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. റിസോർട്ടിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ ഇറങ്ങി ഇതുപോലത്തെ ചെറിയൊരു സ്പേസും കൂടി ഇങ്ങനെ പുറത്തുണ്ട് കേട്ടോ. കണ്ടിട്ട് നമുക്ക് തോന്നും ഒരു പക്ഷേ നമുക്ക് ഇവിടുന്ന് ഫിഷിംഗ് ഒക്കെ അങ്ങോട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മാവ്, പേരമരം. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നൈറ്റ് ആയപ്പോൾ ഞങ്ങളും അങ്ങനെ ഡിന്നറെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റിലെ ആംബിയൻസ് വേറെ തന്നെയായിരുന്നു കേട്ടോ. പൂളിലൊക്കെ ഇറങ്ങാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിലെ വ്യൂ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. രാവിലെ ഇങ്ങനെ നല്ല ചൂടൻ ചായയൊക്കെ കുടിച്ച് ഈ വ്യൂ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു.
മോർണിംഗ് പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്